വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ആൾക്കാർ വിളിക്കാറുണ്ട് അവിടെ വീട് പണിത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിലും അതുപോലെ എറണാകുളം ജില്ലയിലാണ് ഞങ്ങൾക്ക് ഓഫീസുകളുള്ളത്. അപ്പോൾ ആ ഒരു പരിസരത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. തൃശ്ശൂർ ജില്ല അതുപോലെ എറണാകുളം ജില്ല വഴിയായിട്ട് നമ്മൾ വർക്കുകൾ എടുക്കുന്നുണ്ട്. പിന്നെ പാലക്കാട്, മലപ്പുറം, കോട്ടയം ജില്ലകളിൽ നമ്മളങ്ങനെ എന്താണ് നോർമലായിട്ട് അപ്പോൾ അവിടെ കൂടുതലും നമുക്ക് ഈ ബജറ്റ് വീടുകൾ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് പല ആൾക്കാരും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇത്ര ദൂരെ വന്നിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്താണ് അത്യാവശ്യം വലിയ പ്രൊജക്ടുകളൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളവിടെ വർക്കുകൾ എടുക്കാറുള്ളൂ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണെങ്കിലും ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഹായ്, 4.5 സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1450 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാൻ എത്ര ചെലവ് വരും എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീഫിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാലൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൂടുതൽ ഞാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ വീട്ടിലേക്ക് എടുക്കാം. 987 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 470 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് എത്ര വരും നോക്കാം. 3,56,000 രൂപയാണ് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 987 സ്ക്വയർ ഫീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഇതിൽ വരുന്നത്. അടുത്തായിട്ട് അതിന്റെ ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ് മുതൽ റൂഫ് സ്ലാബ് വരെയുള്ള കോസ്റ്റ് 10,96,000 രൂപയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് 14,52,000 രൂപ നമുക്ക് ആകെ ചെലവ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്ലാസ്റ്ററിങ്, പെയിന്റ്, ടൈല് ഒക്കെ ആയിട്ട് 8,30,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് ഒരു 2,90,000 രൂപയോളം ഇലക്ട്രിക്കല്, പ്ലംബിങ്ങിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ 3,33,000 രൂപ ഡോർസ് ആൻഡ് വിൻഡോസ് അതിന്റെ കോസ്റ്റും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ നമുക്ക് 29,11,000 രൂപയാണ് ഈ വീട് നിർമ്മിക്കുന്നതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഇത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാത്രമായിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നീട് ഇതിൽ ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന്റെ ചെലവ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാൻ ആണ് അല്ലെങ്കിൽ വീടാണെന്ന് ഉള്ളത് കൊണ്ട് എല്ലാ 1000 സ്ക്വയർ ഫീറ്റിനും നിർമ്മാണ ചെലവ് ഒരുപോലെ ആയിരിക്കില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഓരോ ഘട്ടങ്ങളിലും എത്രയാണ് അതിന്റെ ചെലവുകൾ വരുന്നത് നോക്കാം. എർത്ത് വർക്കിനായിട്ട് 13,000 രൂപയാണ്. അത് നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്നത്, അതുപോലെ സൈറ്റ് ക്ലിയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് 13,000 രൂപ. കരിങ്കല്ല് ഫൗണ്ടേഷൻ നമ്മൾ കരിങ്കല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് 1,52,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. പിന്നീട് അതിന്റെ മുകളിൽ വരുന്ന ബെൽറ്റ് 75,000 രൂപ. അതിൽ എർത്ത് ഫില്ലിങ് 60,000 രൂപ. 53,000 രൂപയോളം അതിന്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് 3,56,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇനി ബ്രിക്ക് വർക്ക് 4,95,000 രൂപ വരുന്നുണ്ട്. ലിൻഡല്, സൺഷെയ്ഡ് 1,74,000 രൂപ. റൂഫ് സ്ലാബ് വാർക്കയ്ക്ക് 4,25,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി അതിന്റെ പ്ലാസ്റ്ററിങ് 3,14,000 രൂപ. പെയിന്റിങ് 2,51,000. ടൈല് 2,67,000 രൂപ. പിന്നീട് വരുന്നത് ഇലക്ട്രിക്കല്, പ്ലംബിംഗ് ഒക്കെയാണ്. 2,90,000 രൂപയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 3,33,000 രൂപയോളം ഡോറ്, വിൻഡോ ഇതിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരികയാണെങ്കിൽ 1,998 രൂപയാണ്. അതായത് ഒരു 2,000 സ്ക്വയർ ഫീറ്റ് 2,000 രൂപ അടുത്ത് വരെയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ടോട്ടൽ കോസ്റ്റ് 29,11,000. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് പറയുന്നതാണ്. നമ്മളൊരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ടല്ല നമ്മൾ വർക്ക് എടുക്കുന്നതും ചെയ്യുന്നതൊന്നും. അതിന്റെ കൃത്യമായിട്ടുള്ള BOQ ഒക്കെ ഇട്ടിട്ടാണ് അതിന്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റേറ്റ് കിട്ടും. അതാണ് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അല്ലാതെ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്നുള്ള പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 10-30 വർഷം മുമ്പ് തന്നെ കാലഹരണപ്പെട്ട ഒരു കാര്യമാണ് സ്ക്വയർ ഫീറ്റ് റേറ്റിന് വർക്ക് എടുക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും അത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വർക്കുകളൊന്നും അങ്ങനെ ആദ്യമേ തന്നെ ഒരു റേറ്റ് പറഞ്ഞെടുക്കാറില്ല. പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യുന്നൊരു ആവറേജ് വെച്ചിട്ട് നമ്മൾ പറയുന്ന വെച്ചാൽ 2,000 രൂപയോളം പെർ സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ വരാറുണ്ട്. അതിൽ കൂടുതലും വരാറുണ്ട്, കുറയാറുണ്ട്. അത് ആ ഒരു വീടിന്റെ പ്ലാൻ, അതിന്റെ ഡിസൈനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ 3D പ്ലാൻ കാണാം. ഈ ഭാഗത്തായിട്ട് ഇവിടെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ ഡൈനിങ്ങോട് ചേർന്ന് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ, വർക്ക് ഏരിയ. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ആയിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതൊക്കെയാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന് പറയാനാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാൽക്കണി, ഒരു അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 987 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്.
സെന്റിമീറ്റർ എന്ന അളവിൽ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 320 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ സൈസ്. അടുത്തായിട്ട് ഡൈനിങ് 330. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. 330 എന്ന അളവിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. 310 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 470 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ബാൽക്കണി, അപ്പർ ലിവിംഗ് സ്പേസ്, ഇവിടെ ഒരു ബെഡ്റൂം 310 സെന്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം. ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിന്റെ പ്ലാനിൽ വരുന്നത്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. തൃശ്ശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിൽ ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാറ് വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൂടുതൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിന്റെ പ്ലാൻ 3D ഡിസൈനുകൾ ഒക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.